I am Beena, Class Advisor, S3BA Economics, 2019 admission. I teach two subjects for you, Public Administration and History of Modern India, 1921 to 1947. Now I am going to teach Public Administration. The first module includes nature, scope, importance, difference between public and private administration, growth and new public administration. Before studying public administration, you should know what is administration. The word administration is derived from Latin words ad and minister, which means to serve or to look after. In simple language, it means management of affairs, administration in public, private, civil or military, and thus it is universal in nature. But before studying public administration എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് we should know what is administration. നമ്മൾ എന്താണ് administration എന്ന് പഠിക്കണം. So the word administration is derived from Latin word ad and minister. അപ്പോൾ administration എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡ്സ് ആയ ആഡ് ആൻഡ് മിനിസ്റ്ററിൽ നിന്നാണ്, വിച്ച് മീൻസ് ടു സെർവ് ഓർ ടു ലുക്ക് ആഫ്റ്റർ. സെർവ് ചെയ്യുക അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ ചെയ്യുക, സംരക്ഷിക്കുക എന്ന മീനിങ് ആണ് ഈ വേർഡ്സ്. അതായത് ഈ വേർഡ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ലുക്ക് ആഫ്റ്റർ ഓർ ടു സെർവ്. സോ ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഇറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് അഫെയർസ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിനെ നമുക്ക് പറയാം അഡ്മിനിസ്ട്രേഷൻ. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന വേർഡ് പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്നു, പ്രൈവറ്റിൽ ഉപയോഗിക്കുന്നു, സിവിലിൽ ഉപയോഗിക്കുന്നു, മിലിറ്ററി ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് യൂണിവേഴ്സൽ ഇൻ നേച്ചർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വേർഡ് നമ്മൾ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു വേർഡായിട്ട് നമുക്ക് പറയാം. The father of public administration is the former American President Woodrow Wilson. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ഫോർമർ അമേരിക്കൻ പ്രസിഡൻ്റായ വുഡ്രോ വിൽസൺ ആണ്. ഇനി വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസി. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. It is an academic discipline that studies this implementation and prepare a civil servant for working in the public service. ഇനി നമ്മളൊരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ എന്തിനാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത്? അതായത് ഇറ്റ് ഈസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ ദാറ്റ് സ്റ്റഡീസ് ദ ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പം നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഭാവിയിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആവാം. അപ്പം നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പബ്ലിക് സർവീസിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിയുന്നു. Some definitions about the public administration. First one is, according to Woodrow Wilson, public administration is a detailed and systematic execution of public law. വുഡ്രോ വിൽസൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് ലാ. പൊതു നിയമങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. സോ പ്രൊഫസർ LD വൈറ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ആൾ ദോസ് ഓപ്പറേഷൻസ് ഹാവിങ് ഫോർ ദെയർ പർപ്പസ് ദ ഫുൾഫിൽമെൻറ്റ് ഓർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി. ഇപ്പോൾ ഒരു പബ്ലിക് പോളിസി നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഇനി ഫ്രം ദ എബോ ഡെഫിനിഷൻ, ഇപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനുകളിൽ നിന്നും ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the term public administration is used
in a wider sense as well as in a narrow sense. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വേർഡ് വൈഡർ സെൻസിലും ഉപയോഗിക്കുന്നു, അതോടൊപ്പം തന്നെ നാരോ സെൻസിലും ഉപയോഗിക്കുന്നു. In its wider sense, public administration includes all the activities of the government. അപ്പോൾ വൈഡർ സെൻസിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. In the narrow sense, public administration is concerned with the activities of the executive branch only. എന്നാൽ നാരോ സെൻസിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം ഉൾപ്പെടുന്നതാണ്. ഇനി നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വഭാവം എന്താണ്? ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഇൻ്റഗ്രൽ വ്യൂ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാനേജീരിയൽ വ്യൂ. ഇനി റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ദർ ആർ മെയിൻലി ടു ബ്രോഡ് വ്യൂസ്. First one is integral view and second one is managerial view. Now what is integral view of public administration? അപ്പോൾ according to the integral view എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ പെർസ്യൂട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതായത് ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകത്തുകയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വ്യൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻ്റഗ്രൽ വ്യൂ മീൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ പെർസ്യൂട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് ദസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ മെസ്സഞ്ചർ ബോയ്, ഫോർമാൻ, പിയൂൺ, ഗേറ്റ് കീപ്പർ, സ്വീപ്പർ ആസ് വെൽ ആസ് ദ സെക്രട്ടറീസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ മാനേജേഴ്സ് ഇൻ ആൻ എൻ്റർപ്രൈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഇപ്പം നമ്മുടെ കോളേജിൽ നമ്മുടെ തൂപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ തൂപ്പുകാരുൾപ്പെടെ നമ്മൾ പിന്നെ പ്രിൻസിപ്പൽ, മാനേജർ, ഇപ്പം ഇങ്ങനെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഇനി ദസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആർ പേഴ്സൺ ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മുതൽ നമ്മുടെ സ്വീപ്പർ വരെ ഉള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന വ്യൂവിനെ നമുക്ക് ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. So L.D. White adopted this view of public administration. According to him, public administration consists of all the operations having for their purpose the fulfillment or enforcement of public policy. അപ്പോൾ അതിൽ നിന്ന് L.D. White ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആൾ ആക്ടിവിറ്റീസാണ്. അതായത് എല്ലാ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഉള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഉൾപ്പെടുന്നു. ദാറ്റ് ഇസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. But this definition covers a large number of particular operations in many fields. For delivery of letter, a sale of public land, negotiation of treaty, award of compensation, is an injured workman and so on. അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന വ്യൂവിനെ നമുക്ക് ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഇപ്പോൾ 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദി സം ടോട്ടൽ ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ പെർസ്യൂട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് the second one is managerial view of public administration. The managerial view of public administration regards the work of only those persons engaged in performing managerial activities in an enterprise thus constituting an administration. ഇപ്പോൾ മാനേജീരിയൽ വ്യൂ എന്ന് പറയുന്നത് വർക്ക് ഓൺലി ദോസ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ പെർഫോമിങ് മാനേജീരിയൽ ഫങ്ഷൻസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ മാനേജീരിയൽ ഫങ്ഷനിൽ ഉൾപ്പെടുന്നവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടും, അല്ലെങ്കിൽ മാനേജീരിയൽ ഫങ്ഷനിൽ ആരൊക്കെയാണോ ഉൾപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം ഉൾപ്പെടുന്ന വ്യൂവിനെ നമുക്ക് മാനേജീരിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. And these persons should the responsibility of keeping the enterprise in a balanced way and to run it most efficiently. അപ്പോൾ ഇവിടെ മാനേജറിയൽ വ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ദാറ്റ് കീപ്പിംഗ് ദ എൻ്റർപ്രൈസ് ഇൻ എ ബാലൻസ്ഡ് വേ, അതായത് നമ്മുടെ എൻ്റർപ്രൈസിനെ ഒരു ബാലൻസ്ഡ് വേയിലേക്ക് നയിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ വ്യക്തികളാണ് ഉൾപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ മാനേജറിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നുള്ളൂ. ആൻഡ് ദെയർ ജോബ് എന്ന് പറയുന്നത് ഇസ് ടു പ്ലാൻ, program and organize all the activities in an organization.
ഒരു ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്നെങ്കിൽ അതിനെ നമുക്ക് മാനേജറിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. The two views differ in many ways. What is the difference between integral view and managerial view? അതായത് ഇൻ്റഗ്രൽ വ്യൂവും മാനേജറിയൽ വ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ്ലി, the integral view includes the activities of all persons engaged in an administration. അപ്പോൾ ഇൻ്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രൈസിലെ എല്ലാ വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. മാനേജറിയൽ വ്യൂ റെസ്ട്രിക്റ്റ് only the activities of a few person at the top. ഇപ്പോൾ മാനേജറിയൽ വ്യൂ എന്ന് പറയുന്നത് ടോപ്പിലുള്ള കുറച്ച് ആളുകളുടെ ആക്ടിവിറ്റീസുകൾ മാത്രം ഉൾപ്പെടുന്നു. അതിനാണ് നമ്മുടെ മാനേജറിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റഗ്രൽ വ്യൂ ആൻഡ് മാനേജറിയൽ വ്യൂ. സെക്കൻഡ്ലി, ഇൻ്റഗ്രൽ വ്യൂ പോസ്റ്റുലേറ്റ് ആൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം മാനുവൽ ടു മാനേജറിയൽ. ഇൻ്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത് ആൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, എല്ലാ തരത്തിലുള്ള പ്രവർത്തനം, മാനുവൽ ടു മാനേജറിയൽ ആൻഡ് ഫ്രം നോൺ ടെക്നിക്കൽ ടു ടെക്നിക്കൽ. ഇപ്പം മാനുവൽ മുതൽ മാനേജറിയൽ വരെ അല്ലെങ്കിൽ ടെക്നിക്കലിൽ നിന്ന് നോൺ ടെക്നിക്കൽ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ വ്യൂ. മാനേജറിയൽ വ്യൂ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൺലി ദ മാനേജറിയൽ ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് മാനേജറിയൽ ആക്ടിവിറ്റീസുകൾ മാത്രം ഉൾപ്പെടുന്ന വ്യൂ ആണ് മാനേജറിയൽ വ്യൂ. Thirdly, according to the integral view, administration differs from one person to another depending upon the subject matter. അപ്പോൾ ഇൻ്റഗ്രൽ വ്യൂവിലെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ, അതായത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സീപ്പർ ബോയിൽ നിന്ന് അല്ലെങ്കിൽ ക്ലർക്കിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി ബട്ട് ദ മാനേജറിയൽ വ്യൂ ഇസ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദ മാനേജറിയൽ ടെക്നിക് കോമൺ ടു ആൾ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും സിവിൽ ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും മാനേജറിയൽ ടെക്നിക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോമൺ ടു ആൾ ഫീൽഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എല്ലാ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലും അത് കോമൺ ആണ്. ലൂതർ ഗില്ലിക് ഡിഫൈൻസ് ദിസ് ടെക്നിക് ബൈ ദ ലെറ്റേഴ്സ് ഓഫ് പോസ്റ്റ് കോഡ്. അപ്പം ലൂതർ ഗില്ലിക്ക് ഈ ടെക്നിക്കിനെ പോസ്റ്റ് കോഡ് എന്ന ലെറ്റേഴ്സിലൂടെ ഡിഫൈൻ ചെയ്യുന്നു. പോസ്റ്റ് കോഡിൻ്റെ ഓരോ ലെറ്റേഴ്സും കൂടി ഞാൻ പറയാം. പി മീൻസ് പ്ലാനിങ്, ഒ മീൻസ് ഓർഗനൈസിങ്, എസ് സ്റ്റാഫിങ്, ഡി ഡയറക്ഷൻ, സി ഒ കോർഡിനേറ്റിംഗ്, ആർ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. These are the difference between integral view and managerial view. Thank you. Good morning to all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജറിയൽ വ്യൂ ആൻഡ് ഇൻ്റഗ്രൽ വ്യൂ അതുവരെയാണ് പഠിച്ചത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് സ്കോപ്പ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ സ്കോപ്പ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതായത് ഒരു ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, അപ്പോൾ ആ ഡെഫിനിഷൻ കൊടുക്കുക. അത് ആരുടെ ഡെഫിനിഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് അവരുടെ പേര് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ നേച്ചറും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ സ്കോപ്പ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഴുതേണ്ടത്. ഇനി സ്കോപ്പ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എസ്സേയിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് വൈഡർ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വൈഡർ ഫീൽഡാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും വൈഡറായിട്ടുള്ള ഫീൽഡ് അല്ലെങ്കിൽ ഏറ്റവും വിസ്തൃതിയേറിയ ഒരു ഫീൽഡാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. Some people it embraces the entire areas and all activities of the government. അപ്പോൾ അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എൻ്റയർ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ്, ഇപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വൈഡർ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദീസ് പീപ്പിൾ ദ യൂസ് ഓഫ് ദ വേർഡ് പബ്ലിക് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ, അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നു പബ്ലിക്. ഇപ്പോൾ
അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ പോളിസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആർക്ക് വേണ്ടിയിട്ടാണ്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടി? പബ്ലിക്കിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പബ്ലിക്. So some people, public administration is identified with the entire range of government activities covered under 3 branches of government. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 branches ആണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോൾ ഈ 3 ബ്രാഞ്ചസ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ നടത്തുന്നത്, അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പരിധിയിൽ വരുന്നു. ഇനി LD വൈറ്റ് ഡിഫൈൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ബ്രോഡർ ടേംസ്. അപ്പം അത് LD വൈറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹിം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ആൾ ദോസ് ഓപ്പറേഷൻസ് ഹാവിംഗ് ഫോർ ദെയർ പർപ്പസ് ദ ഫുൾഫിൽമെൻറ്റ് ഓർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി. ഇപ്പോൾ ഒരു പബ്ലിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നു, ആ പ്രവർത്തനങ്ങളെയെല്ലാം നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പരിധിയിൽ വരുത്തുന്നു. So Luther Gillick, on the other hand, the views of public administration as embracing the executive branch only. എന്നാൽ ലൂതർ ഗില്ലിക് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് he sums up the scope of public administration by the letters of the word post core. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിൽ പോസ്റ്റ് കോർ എന്ന ലെറ്റേഴ്സിലൂടെ അദ്ദേഹം ഓരോ വേർഡും ഡിഫൈൻ ചെയ്യുന്നു. കാരണം എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം മാത്രം ഉൾപ്പെടുന്നു എന്നാണ് ആര് പറയുന്ന ലൂതർ ഗില്ലിക്ക് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ പ്ലാനിങ്. അപ്പോൾ വാട്ട് ഈസ് പ്ലാനിങ്? ഇപ്പോൾ വർക്കിംഗ് ഔട്ട് ഓൺ ബ്രോഡ് ഔട്ട്ലൈൻ ദ തിങ്സ് ടു ബി ഡൺ, മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ് ടു അക്കംപ്ലിഷ് ദ പർപ്പസ്. അപ്പോൾ നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കണം. അപ്പോൾ ആ വീട് വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ വസ്തു വാങ്ങണം അല്ലേ, അതിന് ഫിനാൻസ് കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മളെ എയിം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് പ്ലാനിങ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസേഷൻ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഫോർമൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ത്രൂ വിച്ച് ദ വർക്ക് ഈസ് സബ്ഡിവൈഡഡ്, അറേഞ്ച്ഡ്, ഡിഫൈൻഡ് ആൻഡ് കോർഡിനേറ്റഡ്. ഇപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇന്ന വർക്ക് ഇന്നാൾക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോരോ വർക്കിനെ സബ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത തേർഡ് വൺ ഈസ് സ്റ്റാഫിങ്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹയറിങ് എലിജിബിൾ കാൻഡിഡേറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ കോളേജിലാണെങ്കിലും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരു ടീച്ചറിനെ വേണം. അപ്പോൾ ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ ഏത് സബ്ജക്റ്റാണോ നമുക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റിംഗ്. ഇപ്പം നമ്മൾ ആ ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനി ആ ടീച്ചറിന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം. ഇന്ന സബ്ജക്റ്റാണ് പഠിപ്പിക്കേണ്ടത്, ഇത്ര മണിക്കൂറാണ് പഠിപ്പിക്കേണ്ടത്, സിലബസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഡയറക്റ്റിംഗ്. മേക്കിംഗ് ഡിസിഷൻ ആൻഡ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ തന്നെ നമ്മുടെ കോളേജിൽ പ്രിൻസിപ്പൽ നമുക്ക് ഡയറക്ഷൻ തരുന്നു. അപ്പോൾ ഇന്ന ടീച്ചർ ഇന്ന അവേഴ്സിൽ ഇന്ന സബ്ജക്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ പോകണം. ദാറ്റ് ഈസ് ഡയറക്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് കോർഡിനേറ്റിംഗ്. Interrelating the work of various divisions, sections and other parts of the organization. For example, ഇപ്പോൾ നമ്മൾ കോളേജ് തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ കോളേജിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ വർക്കുകളെയും നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിപ്പോർട്ടിംഗ്. അപ്പോൾ നമ്മളെ കോർഡിനേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഞാൻ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ അത് സാർ ഇന്നതാണ് എന്ന് നമ്മൾ പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു അല്ലേ. നമ്മുടെ റിസൾട്ട് ഇങ്ങനെയാണ്, ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്.
അപ്പോൾ ദാറ്റ് ഇസ് റിപ്പോർട്ടിംഗ് മീൻസ് ഇൻഫോമിംഗ് ദ ഏജൻസി ടു ഹോം ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, നമ്മളെ കുട്ടികൾ ഇത്രത്തോളം റിസൾട്ട് അറ്റൈൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർക്ക് നമ്മൾ ഇന്ന മെത്തേഡ്സാണ്, മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഇത്രയും നല്ല റിസൾട്ട് അറ്റൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയുന്നു. ദാറ്റ് ഇസ് റിപ്പോർട്ടിംഗ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ബഡ്ജറ്റിംഗ്. അപ്പോൾ ദാറ്റ് ഇസ് ബഡ്ജറ്റിംഗ് മീൻസ് ഫിക്സഡ് പ്ലാനിങ്, കൺട്രോൾ ആൻഡ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഇന്ന എക്സ്പെൻസ് വരാറുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലൂതർ ഗില്ലിക്കിൻ്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ കാറ്റഗറൈസേഷനിലൂടെ അല്ലെങ്കിൽ പോസ്റ്റ് കോർബ് എന്ന ലെറ്റേഴ്സിലൂടെ നമ്മുടെ സ്കോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിനകത്ത് വേറെ, അതായത് ഫിഫ്നറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മുടെ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. ഇനി നമുക്ക് അതിലേക്ക് പോവാം. ദ ഫിഫ്നർ ഹാസ് ഡിവൈഡഡ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻറ്റു 2 ഹെഡ്സ്. ഇനി ഫിഫ്നറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ നമുക്ക് പ്രധാനമായും 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പിയർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പിയർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. So in the first category, public administration studies the following problems. ഫസ്റ്റ് കാറ്റഗറിയിലൂടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ താഴെ പറയുന്ന പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ് ദ സ്റ്റാറ്റിക് പാറ്റേൺ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വിച്ച് മേ ബി കാൾഡ് അനാട്ടമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷനെ ഒരു സ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് പാറ്റേൺ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് അനാട്ടമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും വിച്ച് ഈസ് നോൺ ആസ് അനാട്ടമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഡൈനാമിക് ആസ്പെക്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദാറ്റ് മേ കാൾഡ് സൈക്കോളജി. ഇപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ ഡൈനാമിക് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡൈനാമിക്കാണ്, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ സൈക്കോളജി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഇനി മെത്തേഡ്സ് ഓഫ് പ്രൊസീജിയർ. നമ്മൾ ഏത് മെത്തേഡ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് മീൻസ് ദ ടെക്നിക് ഓഫ് അഡ്മിനിസ്ട്രറിങ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ഓർ ഹൗ ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു ബി കണ്ടക്റ്റഡ്. അപ്പോൾ ഓരോ വർക്കും നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം, ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് പ്രൊസീജിയർ. ഫോർത്ത് വൺ ഈസ് മെറ്റീരിയൽ ആൻഡ് സപ്ലൈ. സോ ദ ടൂൾസ് വിച്ച് ഹൂസ് ഹെൽപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട്. ഇപ്പോൾ ഏത് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വർക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യാം? പെൻ വേണോ, പേപ്പർ വേണോ, പെൻസിൽ വേണോ, വേറെ എന്തെങ്കിലും റിസോഴ്സസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കണോ, ദാറ്റ് ഈസ് മെറ്റീരിയൽ ആൻഡ് സപ്ലൈ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് public finance. Public finance. So without public finance, personnel cannot be employed and work cannot be performed. ഇപ്പോൾ നമുക്ക് ഫിനാൻസ് ഇല്ലെങ്കിൽ നമ്മുടെ വർക്കുകളൊന്നും ഇൻഡിവിജ്വൽ എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പേഴ്സൺ എന്ത് ചെയ്യത്തില്ല, കംപ്ലീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ വിത്തൗട്ട് പബ്ലിക് ഫിനാൻസ് പേഴ്സണൽ കനോട്ട് ബി എംപ്ലോയിഡ് ആൻഡ് വർക്ക് കനോട്ട് ബി പെർഫോംഡ്. അപ്പോൾ എനിക്ക് സാലറി തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, കോളേജിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ പബ്ലിക് ഫിനാൻസ്. ഇനി അടുത്ത നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി. അപ്പം നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലെങ്കിൽ ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് ആ ജോലിയോട് നമ്മൾ എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം. സോ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി മീൻസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നു. ഇനി നമ്മുടെ എസ്സേയുടെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉൾപ്പെടുത്തണം. So we conclude that public administration is the study of men, material and methods in administration. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ മെന്നിനെ കുറിച്ച് അതുപോലെ തന്നെ മെറ്റീരിയലിനെ കുറിച്ച് അതെല്ലാം മെത്തേഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Management is a systematic way of managing the people and things within the organization. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് വേ ഓഫ് മാനേജിങ്
പീപ്പിൾ ആൻഡ് തിങ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ അതായത് വ്യക്തികളെയും അതുപോലെ തന്നെ തിങ്സിനെയും അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സസിനെയും മാനേജ് ചെയ്യുന്നതിനെ മാനേജ്മെൻ്റ് എന്ന് പറയാം. സോ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആക്ട് ഓഫ് അഡ്മിനിസ്റ്ററിങ് ദ ഹോൾ ഓർഗനൈസേഷൻ ബൈ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോൾ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സെക്കൻഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ഫങ്ഷണൽ ലെവൽ. അപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ബിസിനസ് ലെവലാണ് അല്ലെങ്കിൽ അവർക്ക് ഫങ്ഷണൽ ലെവലാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക, ദാറ്റ് ഇസ് ദ എയിം ഓഫ് മാനേജ്മെൻറ്റ്. ആൻഡ് വേറെ ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഹൈ ലെവൽ ആക്ടിവിറ്റി. അതേസമയം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻ്റയർ ആക്ടിവിറ്റീസുകൾ ഉൾപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്കൊരു ഹൈ ലെവൽ ആക്ടിവിറ്റി എന്ന് പറയാം. മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഓൺ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ പോളിസി ഫോർമുലേഷൻ. ഇപ്പോൾ എങ്ങനെ നമുക്കൊരു നയം രൂപീകരിക്കാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പോളിസികൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുക. അതേസമയം ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോളിസികൾ നടപ്പിൽ വരുത്തുന്ന അല്ലെങ്കിൽ അത് പുട്ടിന് പ്രാക്ടീസ് ചെയ്യുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേഷനാണ്. സോ മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ and policy formulation is performed by the administration. Fourth one, functions of administration include legislation and determination, whereas management includes executive and governing. അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം, ഡിറ്റർമിനേഷൻ, എന്ത് കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കേണ്ടത്, വേറാസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ഗവേണിംഗ്, കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ ഗവേണിംഗ് അതോറിറ്റി മാത്രമായിരിക്കും മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് എല്ലാം ആരാണ്, അഡ്മിനിസ്ട്രേഷനാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് വരെയാണ് പഠിച്ചു നിർത്തിയത്. നെക്സ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം എന്താണ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ സൊസൈറ്റി. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ദ ഓപ്പറേറ്റീവ് ആൻഡ് മോസ്റ്റ് ഓബ്വിയസ് പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസികളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. അതുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു ഏതിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ. സോ ഇറ്റ് ഈസ് എമർജ്ഡ് ആസ് എ ഡോമിനൻ്റ് ഫാക്ടർ ഇൻ ദ മോഡേൺ ലൈഫ്. അപ്പം നമ്മുടെ ആധുനിക ജീവിതത്തിൽ ഒരു ഏറ്റവും ഉയർന്നൊരു സ്ഥാനം ഇന്ന് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ആൻഡ് സോ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് വി ക്യാൻ സീ ദ ഇൻഫ്ലുവൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ കഴിയുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും സാനിറ്റേഷൻ ആണെങ്കിലും നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. കാരണം നമ്മുടെ സാനിറ്റേഷൻ അതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കൈകളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ, അപ്പോൾ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് മോഡേൺ ലൈഫ് വി ക്യാൻ സി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നു. സോ ഇറ്റ്സ് മോട്ടോ, ഇനി അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ മോട്ടോ എന്ന് പറയുന്ന വെൽഫെയർ ഓഫ് മാൻ. ഇപ്പം മനുഷ്യൻ്റെ ക്ഷേമം അല്ലെങ്കിൽ മനുഷ്യ പുരോഗതിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇത്രയും നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എഴുതണം. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ട് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിനകത്ത് കുറേ പോയിൻറ്റ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ടു ദ പീപ്പിൾ. സെക്കൻഡ് വൺ ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി. തേർഡ് വൺ ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ എ ഡെമോക്രസി. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇമ്പോർട്ടൻസ് ആസ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ടു ദ പീപ്പിൾ. ജനങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ സഹായിക്കുന്നു? So public administration has very important place in the life of people. ഇപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു സ്ഥാനം പബ്ലിക് അഡ്മിനിസ്ട്രേഷനുണ്ട്. ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് that touches more directly and more strikingly the lives of human beings than any other branches. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസ്, ഇപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ഈ 3 ബ്രാഞ്ചസിലൂടെയും നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ 3 ബ്രാഞ്ചസിലും നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ നമുക്ക് കിട്ടുന്നത് ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. An ignorant Indian villager may not know anything of the constitution of the country. ഇപ്പോൾ ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്താണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എന്താണ്, നമ്മുടെ റൈറ്റ് എന്താണ്, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്, അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരു വ്യക്തിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നത് ഏതിലൂടെയാണ്? ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ത്രൂ ദ പബ്ലിക് ഒഫീഷ്യൽ ഹി ലേൺസ് ദ നെസസറി ലോസ് ഫോർ ദ ഡീസൻറ്റ് സിവിൽ ലൈഫ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാക്കുന്നു, അതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ജോലിയാണ്. അപ്പോൾ ആസ് സൂൺ ആസ് എ ചൈൽഡ് ഈസ് ബോൺ ഹീ ഈസ് അണ്ടർ ദ കെയർ ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ മുതൽ അതുപോലെ തന്നെ അവൻ മരിക്കുന്നത് വരെ ഈസ് അണ്ടർ ദ ഹാൻഡ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ ഇറ്റ് ഈസ് എ ബർത്ത് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ ഏജൻസീസ് ഓഫ് ദ ഗവൺമെൻറ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ ദ ചൈൽഡ്. അപ്പോൾ കുട്ടി ജനിച്ച് കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ വെൽഫെയർ മെഷേഴ്സും അവന് കിട്ടുന്നത് ഇതിലൂടെയാണ്? ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. പിന്നെ അത് തന്നെ ആൾ ഓഫ് us യൂസ് ദ സർവീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ ഡെയിലി ലൈഫ്. മോസ്റ്റ് ഓഫ് ആർ ദ കസ്റ്റമേഴ്സ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, റേഷനിങ് ഓഫീസ്, റോയൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിഷർ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഏതിലൂടെയാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ പീപ്പിൾ. ഇനി അടുത്ത സെക്കൻഡ് വൺ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി. ഇപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ എ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റണമെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കുന്നത് ആരാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ആൾമോസ്റ്റ് ആൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് പോവർട്ടി. അല്ലേ? എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും, അല്ലെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും പോവർട്ടിയുടെയും അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും ഇൽ ഹെൽത്തിൻ്റെയും ലോ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ കൈകളിലായിരിക്കും. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് എപ്പോഴും പോവർട്ടി ഉണ്ടായിരിക്കും, ദാരിദ്ര്യം ഉണ്ടായിരിക്കും, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൽ ഹെൽത്ത് ആയിരിക്കും, ലോ ലിവിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു റൈസ് ദ പീപ്പിൾ ടു എ ലെവൽ ഓഫ് ജനറൽ ഹാപ്പിനെസ്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ പോവർട്ടിയിൽ നിന്നും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിൽ നിന്നും, അല്ലെങ്കിൽ ഇൽ ഹെൽത്തിൽ നിന്നും, അതായത് ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്നും നമ്മളെ ഒരു ജനറൽ ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നമ്മുടെ രാജ്യത്ത് എത്തിക്കുന്നത് ആരാണ്? ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. So and underdeveloped countries have to employ public administration as an instrument of change and development. അപ്പം നമ്മുടെ പ്രോസ്പെരിറ്റിയിലേക്ക് നമ്മളെ രാജ്യത്തെ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും പ്രോസ്പെരിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് മാറുന്നു ആര്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. So the country's progress is largely determined by the quality of its public administration. അപ്പം ആ രാജ്യം പ്രോഗ്രസ് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻഫ്ലുവൻസിലൂടെ മാത്രമേ നമുക്ക് ഒരു പ്രോഗ്രസ് ലൈഫ് അറ്റൈൻ ചെയ്യാൻ കഴിയും. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി. അപ്പോൾ ഇതാണ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ്. And third one is public administration and democracy. Public administration is of the greatest importance in a democracy. ഇപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. The ideals of democracy can be obtained only through impartial, honest and efficient administration. വളരെ ഇമ്പാർഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഇല്ലാത്ത, വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാർഷ്യലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആൻഡ് സോ ഡെമോക്രസി എൻവിഷൻ ദാറ്റ്സ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഇപ്പോൾ ഡെമോക്രസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആണ്, ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുക എന്നതാണ്. സോ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ദ സ്കോപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ആക്ടിവിറ്റി ആൻഡ് ലീഡിങ് ടു എവർ ഇൻക്രീസിങ് ഡിമാൻഡ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യവും ഇൻക്രീസ് ചെയ്യുന്നു. ഹവർ ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു സെർവ് ഡെമോക്രസി. ഇപ്പോൾ ഡെമോക്രസി സെർവ് ചെയ്യുക ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. So it must left to operate according to its nature and given the freedom and also autonomy. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വയം പര്യാപ്തത കൈവരിക്കാനും അതുപോലെ തന്നെ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മളെ സഹായിക്കുന്നു. ഇനി അടുത്ത ഫോർത്ത് വൺ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ സബ്ജക്റ്റ്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്ത് പ്രാധാന്യമാണ് നൽകുന്നത്? സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടച്ചസ് ദ ലീവ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ എവരി സ്റ്റെപ്പ്. അപ്പം ജനങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ ഉയർച്ചയിലും നമുക്ക് ആരുടെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കുന്നു? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ. ദ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് അപ്പോൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫോർ ആൾമോസ്റ്റ് ആൾ ഹിസ് നീഡ്സ്. ഇപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ആവശ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനെയാണ്. The view of the important role of public administration in the life of the people and its study is unavoidable. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഓരോ ഉയർച്ചയിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെ വലയത്തിലായതുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? അൺഅവോയ്ഡബിൾ ആണ് അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, നാളെ നമ്മളൊരു പബ്ലിക് സർവൻ്റായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു IAS ഓഫീസറായി മാറാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്, അപ്പം നമ്മൾ എന്തൊക്കെ വർക്കുകളാണോ നമ്മൾ ചെയ്യേണ്ടത്, അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കണം, അത് നമ്മുടെ രാജ്യത്തിനെ എത്രത്തോളം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ സബ്ജക്റ്റ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ പഠനത്തിലൂടെ ഒരു സ്റ്റുഡൻറ്റിന് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കും. സോ ദെർഫോർ ഇറ്റ്സ് ടീച്ചിങ് ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് ദ കരിക്കുലം ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീച്ചിങ്ങിൻ്റെ അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു ഏത് സബ്ജക്റ്റ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അറ്റ് എ ഹയർ സെക്കൻഡറി ലെവൽ ഇറ്റ് മേ ബി തോട്ട് ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നു. സോ ബട്ട് അറ്റ് ദ കോളേജ് ലെവൽ ഇറ്റ് ഷുഡ് ബിക്കം എ ഡിസ്റ്റിങ്ക്റ്റ് സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റഡി. അതേസമയം കോളേജ് ലെവലിലാണെങ്കിൽ ഇതൊരു പ്രത്യേക സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുന്നു. ആൻഡ് സോ ദ സ്റ്റുഡൻസ് ഓഫ് ടുഡേ ആർ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടുമോറോ. അപ്പം ഇന്നത്തെ സ്റ്റുഡൻ്റാണ് നാളെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറുന്നത്. അപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിനെ പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കാൻ, അപ്പോൾ അതൊരു സ്റ്റുഡൻ്റ് അറിയണമെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ ആ സ്റ്റുഡൻറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ഡയറക്ഷൻ. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് സബ്ജക്റ്റ് ടു പൊളിറ്റിക്കൽ ഡയറക്ഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും പൊളിറ്റിക്കൽ ഡയറക്ഷന് വിധേയമാണ്. ബട്ട് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് സബ്ജക്റ്റ് ടു പൊളിറ്റിക്കൽ ഡയറക്ഷൻ. എന്നാൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ്റെ ആവശ്യമില്ല. In public administration has to carry out the orders which he gets from political executive with no option of his own. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ഡയറക്ഷൻ? ഇപ്പം പൊളിറ്റിക്കൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും പൊളിറ്റിക്കൽ ഡയറക്ഷന് വിധേയമാണ്. ഇപ്പം മന്ത്രി എന്തു പറയുന്നു, അപ്പോൾ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രമേ ഒരു പബ്ലിക് അല്ലെങ്കിൽ
നമ്മുടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് വർക്കുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജോലികൾ അല്ലെങ്കിൽ വർക്കുകൾ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഇപ്പം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വർക്കുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുവോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഡയറക്ഷനിലൂടെ മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്രോഫിറ്റ് മോട്ടീവ്. അത് നമുക്കറിയാം, ഇപ്പം ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനം, ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഞാനൊരു സ്ഥാപനം തുടങ്ങിയാൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു അറ്റൈൻ മാക്സിമം പ്രോഫിറ്റ് അല്ലേ. അതേസമയം പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ല, പിന്നെ സർവീസാണ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കണ്ടക്റ്റഡ് വിത്ത് മോട്ടീവ് ഓഫ് സർവീസ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സർവീസാണ്. ബട്ട് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൾവേസ് ഗൈഡഡ് ബൈ പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് പ്രോഫിറ്റ് ടു സർവീസ്. അതേസമയം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലൂടെ മാത്രമേ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് വൺ ഈസ് സർവീസ് ആൻഡ് കോസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മണി ഈസ് റൈസ്ഡ് ബൈ ടാക്സേഷൻ ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ദ സർവീസ് റെൻഡഡ്. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് സർവീസ് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ ടാക്സേഷനിലൂടെ ലഭിക്കുന്ന പൈസയിൽ നിന്നാണ്. ഇപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഈ സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മണി അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നത് ഏതിൽ നിന്നാണ്? ത്രൂ ടാക്സേഷൻ. But in the case of private administration, service provided only extracted money from him. അപ്പം അതേസമയം ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് സർവീസ് കിട്ടണമെങ്കിലും ആ സർവീസിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? മണി കൊടുത്തിരിക്കണം. ദാറ്റ് ഇസ് ഡിഫറൻസ്. ഇനി ഫോർത്ത് വൺ ഈസ് കൺസിസ്റ്റൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒബ്സർവ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ അവിടെ പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരേ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ലഭിക്കുക. അതേസമയം നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പണം കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒബ്സർവ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ്. It cannot accord preferential treatment to some segments of the community. അപ്പോൾ അവിടെ നമുക്ക് പ്രിഫറൻസ് ഇല്ല. കാരണം വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും അവിടെ ഒരേപോലെയാണ്. ബൈ എക്സ്ക്ലൂഡിങ് അതേഴ്സ്. അപ്പോൾ അവിടെ ചില കമ്മ്യൂണിറ്റിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നില്ല, മറ്റുള്ളവരെ ഒഴിവാക്കുന്നില്ല. എല്ലാവർക്കും ഒരേപോലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കിട്ടുന്നത്. But in the case of private administration, discrimination in selling service. അതേസമയം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ നമുക്ക് സർവീസ് കൊടുക്കുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിവേചനം ഉണ്ടാകുന്നു. കാരണം എന്താണ്? ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഒരു റൂം അത് അവിടെ നമുക്ക് 3000 രൂപയുടെ റൂം കിട്ടാം, അല്ലെങ്കിൽ 2000 രൂപയുടെ റൂം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സേവനവും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു തുല്യത ഉണ്ടാകുന്നില്ല. അതേസമയം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ രോഗികൾക്കും ഒരേപോലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ഫിഫ്ത്ത് പോയിൻ്റ്, പബ്ലിക് ഒഫീഷ്യൽ ഹാസ് അനോണിമിറ്റി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം പബ്ലിക് സർവൻ്റാണ് ഞാൻ. ഇപ്പം ഞാനൊരു സേവനം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. അതേസമയം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൽ നിന്നാണ് നമുക്കൊരു സേവനം ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആ വ്യക്തിക്കായിരിക്കും. സോ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ആക്ട്. ഇപ്പോൾ അദ്ദേഹം എന്താണോ, ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, അപ്പോൾ ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സേവനം അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന സേവനം എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ആയിരിക്കും.
സോ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഒഫീഷ്യൽ ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ അവിടെ ഏത് വ്യക്തിയിൽ നിന്നാണോ നമുക്ക് സേവനം കിട്ടുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ സോ ദേ ഡു ദ നെയിം ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് നോട്ട് ഇൻ ദെയർ ഓൺ നെയിം. അപ്പോൾ അവരുടെ പേരിലല്ല, അപ്പോൾ അത് ഒന്നുകിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് പേരിലാണ്. ബട്ട് ഇൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആക്ട് ഇൻ ഹിസ് ഓൺ നെയിം. അതേസമയം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും? ഹിസ് ഓൺ നെയിമിലായിരിക്കും. സോ 6th പോയിന്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് സബ്ജക്റ്റ് ടു എക്സ്റ്റേണൽ കൺട്രോൾ. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എക്സ്റ്റേണലായിട്ട് കൺട്രോൾ ചെയ്തിരിക്കും. സോ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് സബ്ജക്റ്റ് ടു എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ് സർവൻ്റാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണം വിനിയോഗിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം നമ്മൾ 1 രൂപ ചിലവാക്കി കഴിഞ്ഞാലും നമ്മൾ അതിന് എന്ത് കൊടുത്തിരിക്കണം? അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിരിക്കണം, എന്തിന് ചിലവാക്കി. അതേസമയം നമ്മളൊരു പ്രൈവറ്റ് എൻ്റർപ്രൈസിൽ ഇപ്പം ഞാനൊരു സ്ഥാപനം തുടങ്ങി, എനിക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ വേറെ ആർക്കും ഞാനൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് സബ്ജക്റ്റ് ടു എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഇറ്റ് ഈസ് ദ ലെജിസ്ലേച്ചർ ദാറ്റ് പാസസ് ദ അപ്രോപ്രിയേഷൻ ബിൽ. അപ്രോപ്രിയേഷൻ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ബില്ലാണ്. ആൻഡ് അതോറിറ്റി ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ടു സ്പെൻഡ് മണി. ഇപ്പം നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് 1 പൈസ ചിലവാക്കണമെങ്കിലും നമ്മുടെ ലെജിസ്ലേച്ചറിന് അതിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് പണം വിനിയോഗിക്കാൻ കഴിയൂ. ദ എക്സിക്യൂട്ടീവ്സ് നോട്ട് കളക്ട് ദ മണി ഓഫ് ഹിസ് ഓൺ. ഇപ്പോൾ സ്വന്തമായിട്ട് എക്സിക്യൂട്ടീവിന് പണം കളക്ട് ചെയ്യാനുള്ള അധികാരവുമില്ല. സോ ദിസ് കൈൻഡ് ഓഫ് സെപ്പറേഷൻ ഈസ് ആബ്സെൻറ്റ് ഇൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതേസമയം നമുക്ക് ഈ ഇതിലൊരു സെപ്പറേഷൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ കാണാൻ കഴിയുന്നില്ല. ഇനി അടുത്ത 7th പോയിന്റ്, പബ്ലിക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ദ പബ്ലിക്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉത്തരവാദിത്വം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആരോട്? പബ്ലിക്കിനോട്. ഇറ്റ് ഹാസ് ഫേസ്ഡ് ക്രിറ്റിസിസം ഓഫ് ദ പബ്ലിക്, പ്രസ് എക്സെട്ര. കാരണം അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഓരോ മന്ത്രിമാർ ഇന്നത് ചെയ്യുന്നു അല്ലെങ്കിൽ അപ്പോൾ അവരെപ്പോഴും ക്രിറ്റിസിസം ഫേസ് ചെയ്യണം, ഒന്നുകിൽ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ പ്രസ്സിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ന മന്ത്രി വന്നു, അത് അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടി, അത് ഇന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കോഴ കൊടുത്ത് ഇത്ര രൂപ ചിലവാക്കി. അപ്പോൾ അങ്ങനെ ഓരോരോ ക്രിറ്റിസിസം ഫേസ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ പ്രസ്സിലൂടെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ അവരെ ഒപ്പോസ് ചെയ്യും. സോ ദ ഓഫീസേഴ്സ് ഹാസ് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വിഷസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ വിഷസിനനുസരിച്ച് മാത്രമേ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യാൻ കഴിയൂ. സോ പബ്ലിക് റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ പബ്ലിക്കിനോട് എപ്പോഴും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ബട്ട് ഇൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡസ് നോട്ട് ഹാവ് എനി ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ പബ്ലിക്. അതേസമയം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പബ്ലിക്കിനോട് യാതൊരു റെസ്പോൺസിബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. സോ ബിക്കോസ് ദ മെയിൻ ഡ്യൂട്ടി ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് ടു സെർവ് ദ പബ്ലിക്. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ടു സെർവ് ദ പബ്ലിക്. പബ്ലിക്കിനെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ജനങ്ങളുടെ വിഷസിനനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രമേ ഒരു പബ്ലിക് സർവൻറ്റ് പ്രവർത്തിക്കാവൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജനങ്ങളോട് ഒരു നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ. ദെൻ 9th പോയിന്റ്, എഫിഷ്യൻസി. In private administration, efficiency is more superior than that of public administration. ഇനി നമ്മൾ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യക്ഷമതയുടെ കാര്യത്തിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി ഈസ് മോർ സുപ്പീരിയർ ദാൻ ദാറ്റ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്കാൾ കൂടുതൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇപ്പോൾ ഇൻസെൻറ്റീവ്സ് കൂടുതലായിരിക്കും, അപ്പോൾ നമ്മൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും അല്ലേ. ഇൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ദ അഡ്മിനിസ്ട്രേറ്റർ ഗെറ്റ് മോർ ഇൻസെൻറ്റീവ്സ് ദാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ എനിക്ക് തന്നെ കൂടുതൽ ഇൻസെൻറ്റീവ്സ് തരുന്നു അല്ലെങ്കിൽ ശമ്പളം കൂട്ടി തരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ എന്ത് ചെയ്യും? എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും അല്ലേ.
അപ്പോൾ എഫിഷ്യൻസി കൂടുതലാണ് എവിടെ? പബ്ലിക്കിനേക്കാൾ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ. 10th point, organization. Organization is more important in public administration than private administration. ഇപ്പോൾ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനേക്കാൾ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. ഇനി മോണോപോളിസ്റ്റിക്. In the field of public administration, there is generally a monopoly of the government and it does not allow private parties to compete with. ഇപ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഫോർ എക്സാമ്പിൾ, നോ പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് ക്യാൻ എസ്റ്റാബ്ലിഷ് റെയിൽവേ. ഇപ്പം നമുക്കറിയാം റെയിൽവേ സിസ്റ്റം എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് ഒരിക്കലും പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് റെയിൽവേ ഒന്നും, അതായത് നമ്മുടെ റെയിൽവേ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ മോണോപ്ലസ്റ്റിക് അല്ലെങ്കിൽ കുത്തക അവകാശം എന്ന് പറയുന്നത് എപ്പോഴും ആർക്കായിരിക്കും? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. സോ നെക്സ്റ്റ് പോയിന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി കെയർഫുൾ ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. The misuse of a single penny may raise a storm in the country and compel the government to resign. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഒരു പൈസ പോലും നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ചെയ്താൽ ഒരു സ്റ്റോമായിട്ട് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റായിട്ട് തന്നെ എന്ത് ചെയ്യും? വരികയും നമ്മുടെ ഗവൺമെൻറ് റിസൈൻ ചെയ്യാൻ ചിലപ്പോൾ അത് കാരണമാവുകയും ചെയ്യും. But in the case of private administration, there is no such problem and accountability. പക്ഷേ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഇങ്ങനെ ഒരു പ്രോബ്ലമോ ഇങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റിയോ ഉണ്ടാകുന്നില്ല. ഗ്രേറ്റർ സോഷ്യൽ പ്രസ്റ്റേജ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്യാരീസ് എ ഗ്രേറ്റർ സോഷ്യൽ പ്രസ്റ്റേജ് ദാൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് പ്രസ്റ്റേജ് കൂടുതൽ. കാരണം നമുക്ക് അല്ലെങ്കിൽ ഇപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നു. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിന് നല്ലൊരു പ്രസ്റ്റേജാണ് കിട്ടുക, അല്ലേ? അപ്പോൾ ഇന്ന ഗവൺമെൻറ്റിലൂടെ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നു, ആ ഗവൺമെൻറ് നല്ല എഫിഷ്യൻ്റ് ആണ്, അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യവും അവർക്ക് തന്നെ വോട്ട് കൊടുത്ത് ആ ഗവൺമെൻറ് തന്നെ വരാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഒരു ഗ്രേറ്റർ പ്രസ്റ്റേജ് നേടാൻ കഴിയുന്നത് എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ദാൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. സോ വി കൺക്ലൂഡ് ദാറ്റ് both public and private administration placed in different surroundings. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയാലും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയാലും ഡിഫറെൻറ്റ് സറൗണ്ടിങ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് മോർ സർവീസ് ടു ദ പീപ്പിൾ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും കൂടുതൽ സർവീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദയർ എയിം. അതേസമയം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ അതുവരെയാണ് പഠിച്ചു നിർത്തിയത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വളർച്ച എത്രത്തോളമാണ്. സോ ഫസ്റ്റ്, അതായത് ഗ്രോത്തിനെ നമുക്ക് പ്രധാനമായിട്ടും 5 തിരിക്കാം. അതായത് 5 കാലഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. അതിനകത്ത് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 1887 to 1926 ആണ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡൈക്കോട്ടമി എന്നാണ്. ഡൈക്കോട്ടമി മീൻസ് ഡിഫറൻസിയേഷൻ. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിസിപ്ലിൻ വാസ് ബോൺ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഡിസിപ്ലിൻ ജനിച്ചത് അല്ലെങ്കിൽ അത് ഉദയം കൊണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. വുഡ്രോ വിൽസൺ, ദ ഫോർമർ പ്രസിഡന്റ് ഓഫ് ദി USA, who was teaching political science at the Princeton University, is considered as the father of public administration. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന വ്യക്തി വുഡ്രോ വിൽസൺ ആണ്. അപ്പോൾ അദ്ദേഹം ഫോർമർ പ്രസിഡന്റ് ഓഫ് USA ആണ്. അതോടൊപ്പം തന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ പേരാണ് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റിട്ടൺ ബൈ വുഡ്രോ വിൽസൺ. അണ്ടർലൈൻ ചെയ്തെഴുതണം. പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1887.
1887 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. ഇനി ആ ആർട്ടിക്കിളിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോ വിൽസൺ എംഫസൈസ്ഡ് ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ആർട്ടിക്കിളിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റഡി, ഇപ്പോൾ പൊളിറ്റിക്സിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഹി മേഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പൊളിറ്റിക്സും അഡ്മിനിസ്ട്രേഷനും ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത് രണ്ട് സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനൊരു സെപ്പറേറ്റ് സ്റ്റഡി ആവശ്യമാണ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന സ്റ്റഡിയിലൂടെ മാത്രം നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ കഴിയില്ല. Two of them are entirely different. Politics has to do with the policies or expressions of the state will. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ വില്ല് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പോളിസികൾ എന്താണെന്ന് പറയുന്നേ ഉള്ളൂ പൊളിറ്റിക്സിലൂടെ. പക്ഷേ ആ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ വില്ല് അല്ലെങ്കിൽ ആ പോളിസികൾ നടപ്പിൽ വരുത്തുന്ന ഏജൻസിയാണ് അഡ്മിനിസ്ട്രേഷൻ. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഇപ്പോൾ പൊളിറ്റിക്സ് ഹാസ് ടു ഡു വിത്ത് ദ പോളിസീസ് ഓർ എക്സ്പ്രഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് വിൽ, വൈൽ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് ദീസ് പോളിസീസ്. ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്യുന്നു, ഇപ്പോൾ എനിക്കൊരു ഡോക്ടറായി മാറണം. അപ്പോൾ അങ്ങനെ ഡോക്ടറായി മാറണമെന്നുള്ള എൻ്റെ ആഗ്രഹം എനിക്ക് നടപ്പിലാക്കി തരുന്നത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അധ്യാപകരുമായിരിക്കും, അല്ലേ? അപ്പോൾ അതുപോലെ സ്റ്റേറ്റിൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനാണ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ് ഏരിയ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു സബ് ഏരിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ് ഏരിയ ആയിട്ട് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കൺസിഡർ ചെയ്യാം. And so political science began to gain increasing recognition in American universities and its study was steadily spreading. അപ്പോൾ അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഏത് സബ്ജക്റ്റാണ്? നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റ്. സോ ഇൻ ദ 1926 അപ്പിയർഡ് LD വൈറ്റ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷനാണ് LD വൈറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. So it is a first textbook on this subject. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് അറിയപ്പെടുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ LD വൈറ്റ്. അണ്ടർലൈൻ ചെയ്ത് എഴുതണം. ഇനി നമ്മുടെ നെക്സ്റ്റ് പീരീഡ് അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് 1927 to 1937 ആണ്. ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. കാരണം ഈ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഡിറൈവ് ചെയ്തൊരു കാലഘട്ടമാണ് 1927 to 1937. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ദ സെക്കൻഡ് പീരീഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഇറ്റ്സ് സെൻട്രൽ തീം, ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. The central belief of this period was that there are certain principles of administration and it is a task to the scholars to discover them and promote their application. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തൊരു കാലഘട്ടമാണ് 1927 to 1937. അപ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യുകയും നമ്മുടെ സ്കോളേഴ്സ് ആ ഓരോ പ്രിൻസിപ്പിൾസിനെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ദ പീരീഡ് ഓപ്പൺ വിത്ത് എ പബ്ലിക്കേഷൻ. ഇനി ഈ പീരീഡ് ഓപ്പൺ ചെയ്തത് തന്നെ ഒരു പബ്ലിക്കേഷനിലൂടെയാണ്. വിൽ ഓഫ് ബൈ, ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഇയർ 1927. അപ്പോൾ 1927 നമ്മൾ ഈ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിൽ ഓഫ് ബൈയുടെ ഒരു പബ്ലിക്കേഷനിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതും അണ്ടർലൈൻ ചെയ്തിടണം, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ദിസ് പീരീഡ് റീച്ച് ദിസ് ക്ലൈമാക്സ്. ഇനി 1927 പീരീഡ് അതിൻ്റെ ക്ലൈമാക്സിങ് സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നത് ഇൻ ദ 1937 വെൻ ലൂതർ ഗില്ലിക് ആൻഡ് ഉർബിക് പേപ്പേഴ്സ് ഓൺ ദ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അപ്പിയർഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ്റെ ശാസ്ത്രം എന്താണ്? അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക്കേഷൻ
ഡിറൈവ് ചെയ്തു. അപ്പോൾ 1927 ഈ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിൻ്റെ ക്ലൈമാക്സിങ് സ്റ്റേജിൽ എത്തിച്ചേർന്നത് 1937. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ലൂതർ ഗില്ലിക്കിൻ്റെയും ഒർവിക്കിൻ്റെയും പർപ്പസായ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. The use of the science is very significant for the study of public administration. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So during this stage, Luther Gillick, and it was the book authors and forwarded and so called, that is post-core. നേരത്തെ നമ്മൾ സ്കോപ്പ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ലൂതർ ഗില്ലിക്കിൻ്റെ പോസ്റ്റ് കോർബ് എന്ന പ്രിൻസിപ്പിൾസും ഡിറൈവ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുക. ഇനി തേർഡ് സ്റ്റേജ് ഇൻ ദ ഇയർ 1938 to 1947. അപ്പോൾ ഇതിനെ നമുക്ക് എറ ഓഫ് ചലഞ്ച് എന്ന് പറയാം. ചലഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? വെല്ലുവിളികൾ, അല്ലേ? അപ്പോൾ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റ് ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്ത കാലഘട്ടമാണ് ഇൻ ദ ഇയർ 1938 to 1947. ഇനി എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ടൈമിൽ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്തത്? So the advocate of principles of administration were challenged within a short period. ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളിൽ ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്തിരുന്നു നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് therefore the period from 1938 to 1947 was indeed one of the continuous and mounting challenge and questioning. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനിങ് ഉണ്ടായി, ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്തു. സോ ഇൻ ദ ഇയർ 1938 Chester I. Barnard, that is the functions of the executive, അതും അണ്ടർലൈൻ ചെയ്തിട്ട് വേണം. അപ്പോൾ ഈ പബ്ലിക്കേഷൻ്റെയും പേര് നമുക്ക് ഒരു മാർക്കിന് ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്സ് റിട്ടൺ ബൈ ചെസ്റ്റർ ഐ ബർണാർഡ് ആണ്. ഇനി ബർണാർഡ് ബുക്ക് ഡിഡ് നോട്ട് സപ്പോർട്ട് ദ സ്റ്റാൻഡ് ടേക്കൺ ബൈ ദ റൈറ്റേഴ്സ് ഓഫ് ദ സെക്കൻഡ് പീരീഡ്, ദാറ്റ് ഇസ് വില്ലോബായ്, ഗില്ലിക്ക് ആൻഡ് ഓർവിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ചലഞ്ച് ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്തിരുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചെസ്റ്റർ ഐ ബർണാർഡ് നേരത്തെ ഉണ്ടായിരുന്ന വില്ലോബായുടെയും അല്ലെങ്കിൽ ഗില്ലിക്കിൻ്റെയും അല്ലെങ്കിൽ ഓർവിക്കിൻ്റെയും പോയിന്റിനോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ടൈമിൽ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എറ ഓഫ് ചാലഞ്ച് എന്ന് പറയുന്നത്. സോ ഹെർബർട്ട് എ സൈമൺ റോട്ട് ആൻ ആർട്ടിക്കിൾ. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഹെർബർട്ട് എ സൈമൺ ഒരു ആർട്ടിക്കിൾ കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പ്രോവർബ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതും ഒരു മാർക്കിന് ചോദിക്കാം. ഇൻ ദ ഇയർ 1946 and his argument was further developed in his administrative behavior, which was published in the year 1947. So the principle of thesis of the Simon is that there is no such things as the principles of administration. What is parroted as the principles are truth and no better than proverb. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂത്താണ്, ഇസ് ബെറ്റർ ദാൻ പ്രോവർബ്. പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ട്രൂത്താണ്. സോ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ എറ ഓഫ് ചാലഞ്ച് എന്ന് പറയുന്നു. കാരണം ഒരുപാട് വെല്ലുവിളി. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഹെർബർട്ട് എ സൈമൺ ഒരു കാര്യം പറയുന്നെങ്കിൽ അതിന് നേരെ ഓപ്പോസിങ് ആയിട്ടായിരിക്കും ലൂതർ ഗില്ലിക്ക് അഭിപ്രായം കൊണ്ടുവരുന്നത്. ഏതിന്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എറ ഓഫ് ചാലഞ്ച് എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്ത പീരീഡ് 4, ദാറ്റ് ഈസ് 1948 to 1970. ഇതിനെ നമ്മൾ ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നു. ക്രൈസിസ് മീൻസ് ദാറ്റ്സ് ഡിഫിക്കൽട്ട്. ഐഡൻറ്റിറ്റി, നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത കാലഘട്ടം, അതിനെയാണ് നമ്മൾ ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. The discipline of public administration suffered a crisis during this period. So in the 1948 to 1970, public administration faces many crises, many difficulties. So the principles era was shattered and the future of the discipline appeared to be a little uncertain. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഭാവി എന്താകും, അതിനൊരു സ്ഥിരതയില്ല, അല്ലെങ്കിൽ ഒരു സർട്ടനിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫേസിങ് ആൻ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പം നമ്മൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പേരിലോ അറിയപ്പെടാതെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഐഡൻറ്റിറ്റി വേണം, അല്ലേ? ഞാനാണ്, അല്ലെങ്കിൽ
ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയാനായിരിക്കും നമ്മൾ ഓരോരുത്തരും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ അറിയാനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക, അല്ലേ? അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല, അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയാനുള്ള. മെനി സ്കോളേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെസ്പോണ്ടഡ് ടു ദിസ് ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി ബൈ റിട്ടേണിംഗ് ടു ദ ഫോൾഡ് ഓഫ് ദ മദർ സയൻസ്, നെയിംലി പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ മദർ സയൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തത് തന്നെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റിന് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ ഈ കാലഘട്ടത്തെ നമുക്ക് ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പീരീഡ് 5 ആണ്. ദാറ്റ് ഈസ് ഫ്രം 1971 ടു ദ പ്രസൻറ്റ്. അതിന് നമ്മൾ പബ്ലിക് പോളിസി പെർസ്പെക്റ്റീവ് എന്ന് പറയാം. പബ്ലിക് പോളിസി പെർസ്പെക്റ്റീവ്, അതായത് അറ്റ് പ്രസൻറ്റ് വരെ. ഇപ്പം 1971 തുടങ്ങി അറ്റ് പ്രസൻറ്റ് വരെയുള്ള കാലഘട്ടമാണ്. അതിനെ നമുക്ക് പബ്ലിക് പോളിസി പെർസ്പെക്റ്റീവ് എന്ന് പറയാം. ഇപ്പോൾ ഡെസ്പൈറ്റ് ദ അൺസർട്ടനിറ്റി ഓഫ് ദ പ്രൊസീഡിങ് പീരീഡ്, ഇപ്പോൾ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ കൂടി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് രജിസ്റ്റേർഡ് എ ഗ്രേറ്റ് പ്രോഗ്രസ്. അപ്പോൾ നമുക്കൊരു സ്ഥിരതയില്ല, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പില്ല. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് പ്രോഗ്രസ്സുകൾ അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഹാസ് എൻഡേഡ് 70s വിത്ത് ആൻ എൻറിച്ച്ഡ് വിഷൻ. ഇപ്പം എന്താണോ നമ്മുടെ വിഷൻ, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യം, അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കഴിഞ്ഞു. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് അട്രാക്റ്റഡ് വിത്തിൻ ഇറ്റ്സ് ഫോൾഡ് സ്കോളേഴ്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻ. അപ്പോൾ ഒരുപാട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ വേരിയസ് സ്കോളേഴ്സ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് എത്തിച്ചേരുകയും ആസ് എ റിസൾട്ട് ഇറ്റ് ഈസ് ബിക്കമിങ് ട്രൂലി ഇൻ്റർ ഡിസിപ്ലിനറി ഇൻ ഇറ്റ്സ് നേച്ചർ. അപ്പം ഇൻ്റർ ഡിസിപ്ലിനറി മീൻസ് പരസ്പരം സഹായം. ഇപ്പം നമ്മൾ പൊളിറ്റിക്സും ഹിസ്റ്ററിയും തമ്മിൽ റിലേറ്റഡ് ആണ്, പൊളിറ്റിക്സും എക്കണോമിക്സും തമ്മിൽ റിലേറ്റഡ് ആണ്. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റും മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് സോ ഇൻഡിഡ് ഓഫ് ആൾ സോഷ്യൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് മോസ്റ്റ് ഇൻ്റർഡിസിപ്ലിനറി ആൻഡ് ഇറ്റ് ഈസ് ഫോക്കസിങ് ഇറ്റ്സ് അറ്റൻഷൻ മോർ ആൻഡ് മോർ ഡൈനാമിക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ഡൈനാമിക്കായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻറ്റ് കൂടുതൽ ഡൈനാമിക്കായിട്ട് മാറുന്നു അറ്റ് പ്രസൻറ്റ്. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി എന്താണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഇപ്പം നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ക്രൈസിസ് എന്താണെന്ന് പഠിച്ചു, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ അത് ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡൈക്കോട്ടമി, ദാറ്റ് ഇസ് ദ ഡിഫറൻസിയേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത് പുതിയൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിറൈവ് ചെയ്യണം. അതിനാണ് നമ്മൾ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ദ ടേം ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്, അണ്ടർലൈൻ ചെയ്തുകൊണ്ടും 2 മാർക്കിനും അതുപോലെ തന്നെ 4 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു മീൻ ബൈ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക: ദ ടേം ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദിസ് ന്യൂ ട്രെൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫീൽഡിൽ നമ്മളൊരു പുതിയ ട്രെൻഡ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് എന്ത് പറയാം? ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ദ ടൈം ഹാസ് കം ടു സ്റ്റേ വിത്ത് ദ പബ്ലിക്കേഷൻ ടോവാർഡ് എ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. മിന്നോ ബുക്ക് പെർസ്പെക്റ്റീവ് എഡിറ്റഡ് ബൈ ഫ്രാങ്ക് മറിനി. ഇപ്പോൾ ഫ്രാങ്ക് മറിനിയുടെ ഒരു പബ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉദയം കൊണ്ടത്. അതിനെ നമുക്ക് ടോവാർഡ് എ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മിന്നോ ബ്രൂക്ക് പെർസ്പെക്റ്റീവ്, ദാറ്റ് ഇസ് എഡിറ്റഡ് ബൈ, 1 മാർക്കിന് ചോദിക്കും, അണ്ടർലൈൻ ചെയ്ത് ഇടുക, എഡിറ്റഡ് ബൈ ഫ്രാങ്ക് മറിനി, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1971. അപ്പോൾ 1971 നമ്മുടെ ഫ്രാങ്ക് മറിനി ഈ പബ്ലിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പബ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു പുതിയ തരംഗം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം കൈവന്നത്. സിമിലർലി അനദർ പബ്ലിക്കേഷൻ, ദാറ്റ് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ടൈം ഓഫ് ടർബുലൻസ്, അതും അണ്ടർലൈൻ ചെയ്തിട്ടുള്ള, എഡിറ്റഡ് ബൈ ഡോയ്റ്റ് വാൾഡോ ആൻഡ് പബ്ലിഷ്ഡ് സൈമൾട്ടേനിയസ്ലി ഗേവ് എ കറൻസി ടു ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പം നമുക്കൊരു കറൻസി കിട്ടുന്നു. കറൻസി കിട്ടിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റൂ, അല്ലേ? അതുപോലെ
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിന് വേണ്ടി ഒരു ന്യൂ കറൻസി ഡിറൈവ് ചെയ്തതാണ് മിന്നോബ്രൂക്ക് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ടൈം ഓഫ് ടർബുലൻസ്. അപ്പോൾ ഈ രണ്ട് പബ്ലിക്കേഷനും അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക, ഓൺ വേർഡിന് ചോദിക്കാറുണ്ട്. These works were largely based on Minnobrook Conference held in the year 1968. മിന്നോബ്രൂക്ക് കോൺഫറൻസ് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രണ്ട് പബ്ലിക്കേഷൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ മിന്നോബ്രൂക്ക് കോൺഫറൻസ് ആണ്. അതായത് 1968 മിന്നോബ്രൂക്ക് കോൺഫറൻസ് ആണ് നമ്മുടെ ഈ രണ്ട് പബ്ലിക്കേഷൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പബ്ലിക്കേഷനാണ് നമ്മുടെ ന്യൂ പബ്ലിക്കേഷൻ്റെ അടിസ്ഥാനം. So the new public administration cannot be fully understood except in terms of that academic get together. But these seeds have been sown much earlier. അപ്പോൾ അതായത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പഠിക്കുന്നു അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിത്തെന്ന് പറയുന്നത് ഒരുപാട് മുമ്പേ വിതച്ചതാണ്. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എന്ന നിലയിൽ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓഫ് ദ ഫോളോയിങ് മേ ബി കൺസിഡർഡ് ആസ് ദ ലാൻഡ്മാർക്ക് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി എമർജൻസി പവർ. ഇതിന് താഴെ നമ്മൾ കുറേ പോയിന്റുകൾ അല്ലെങ്കിൽ കുറേ കോൺഫറൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് പ്രധാനമായും 5 ലാൻഡ്മാർക്കുകളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഉദയത്തിന് സഹായിച്ചത്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹണി റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഓൺ പബ്ലിക് സർവീസ് ഇൻ ദ ഇയർ 1967. The Conference on the Theory and Practice of Public Administration. Third one is Minnobrook Conference 1968. That's very, very important. Publication of the Toward a New Public Administration Minnobrook Perspective, edited by Frank Money. A publication important ആണ്. എഡിറ്റ് ചെയ്ത ആരാണെന്ന് ചോദിക്കാം. In 1971. Publication of public administration in a time of turbulence. അത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. എഡിറ്റഡ് ബൈ ഡെൽവാഡോ ഇൻ ദ ഇയർ 1971. അപ്പോൾ ഇത്രയും ലാൻഡ് മാർക്കുകളാണ് നമ്മളെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ പുതിയൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഉദയത്തിന് സഹായിച്ചത്. അതിന് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹണി റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഫോർ പബ്ലിക് സർവീസ് ഇൻ ദ ഇയർ 1967. എപ്പോഴും SCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്രോത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ രണ്ട് എസ്സേയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ Honey Report on Higher Education for Public Service in the year 1967. In the year 1966, an affiliate of the American Society for Public Administration asked by John C. Honey of the Syracuse University to undertake an evaluative study of public administration in the field of the study in the US universities. ഇപ്പോൾ നമ്മുടെ US യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയും ദ ഹണി റിപ്പോർട്ട് സബ്മിറ്റഡ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ജോൺ സി ഹണി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയും അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട് 1967 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഹണി റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഫോർ പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് സജഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഹണി റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സജഷൻസ് എന്താണ്, അത് നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദ ഡിസിപ്ലിൻ, സ്റ്റുഡൻറ്റ്, ഫാക്കൽറ്റി, റിസർച്ച് ഫണ്ട് എക്സെട്ര. അതായത് ഇപ്പം നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആണ്, എന്ന് വെച്ചാൽ പര്യാപ്തമല്ല. ഫാക്കൽറ്റി ആണെങ്കിലും റിസർച്ച് ഫണ്ടാണെങ്കിലും അതൊന്നും നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പര്യാപ്തമല്ല. അപ്പോൾ ഇൻസഫിഷ്യൻ്റ് ഫണ്ടാണ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് റിസോഴ്സസ് ആണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻറ്റ് ഓവർ ദ സ്റ്റാറ്റസ് ഓഫ് ദ ഡിസിപ്ലിൻ. ഇപ്പോൾ ഈസ് ഇറ്റ് എ ഡിസിപ്ലിൻ, ഈസ് ഇറ്റ് എ സയൻസ് ഓർ എ പ്രൊഫഷൻ? അപ്പോൾ ഇതൊരു ഡിസിപ്ലിൻ ആണോ അല്ലെങ്കിൽ ചിട്ടയോട് കൂടിയുള്ള ഒരു പഠനമാണോ, ഇതൊരു സയൻസ് ആണോ, ഇതൊരു ശാസ്ത്രമാണോ, ഇതൊരു പ്രൊഫഷനാണോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സജഷൻ. തേർഡ് വൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റ് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ
അതിന് യോജിച്ച രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അധ്യാപകരും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ പോരായ്മ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്ത പ്രശ്നമാണ്. ഇതും നമ്മുടെ ഹണി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഫോർത്ത് വൺ, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്കോളേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രാക്ടീസിങ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇനി ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു സ്കോളേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും, സ്കോളേഴ്സ് എന്ന് വെച്ചാൽ പണ്ഡിതർ, അതായത് നമ്മളിപ്പം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവരും പ്രാക്ടീസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സും തമ്മിൽ വളരെ വലിയൊരു അന്തരം ഉണ്ടാകുന്നു. ബിസൈഡ്സ് കൂടാതെ ദ ഹണി റിപ്പോർട്ട് മെയ്ഡ് 11 റെക്കമെൻഡേഷൻ ടു ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിസിപ്ലിൻ. അപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന നിലയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം 11 റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ 4 റെക്കമെൻഡേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി സെക്കൻഡിലാണ് ദർ ഇസ് കോൺഫറൻസ് ഓൺ ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് വൺ, അമേരിക്കൻ അക്കാഡമി ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സയൻസ് ഓർഗനൈസ്ഡ് എ കോൺഫറൻസ് ഇൻ ഫിലാഡൽഫിയ ഇൻ ദ ഇയർ 1967. അണ്ടർലൈൻ ചെയ്തോണം, ഫിലാഡൽഫിയ കോൺഫറൻസ് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. ഇയർ ഇൻ ദ ഇയർ 1967 ആണ്. അപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസും കൂടി ചേർന്നിട്ട് ഫിലാഡൽഫിയയിൽ 1967 ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തു. ദ പർപ്പസ് ഓഫ് ദ കോൺഫറൻസ് വാസ് ടു ഡിസ്കസ് ദ ടോപ്പിക്. ഇനി നമ്മൾ ആ കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഡിസ്കസ് ദ ടോപ്പിക്, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറി എങ്ങനെയായിരിക്കണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രാക്ടിക്കൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ ഹൗ ടു ഇംപ്രൂവ്. അപ്പോൾ ഹൗ ടു ഇംപ്രൂവ്, അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മെത്തേഡ്സുകൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ പറ്റി ഒരു സ്റ്റഡി ഫിലാഡൽഫിയയിൽ കണ്ടക്ട് ചെയ്തു. ദ സ്കോപ്പ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ദർ എമർജ്ഡ് എ ബ്രോഡ് കൺസെൻസസ്. അപ്പോൾ അവർ കുറേ തീരുമാനങ്ങൾ നമ്മുടെ ഈ ഫിലാഡൽഫിയ കോൺഫറൻസിൽ വെച്ചിട്ട് ഉണ്ടായി. അതാണ് നമ്മൾ 1 by 1 ആയിട്ട് ഇനി പഠിക്കണം. നമ്പർ 1, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡെലിനിയേറ്റ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. അതായത് ഒരിക്കലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വിസ്തൃതി എത്രത്തോളമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയില്ല. ഇത് അതിൻ്റെ ഒരു പോരായ്മയാണ്. സെക്കൻഡ് വൺ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഏജൻസീസ് മേക്ക് പോളിസി ആൻഡ് പോളിസി അഡ്മിനിസ്ട്രേഷൻ ഡയക്കോട്ടമി ഈസ് എറോണിയസ്. അതായത് ഇപ്പം നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഏജൻസീസ് പോളിസികൾ ഫോം ചെയ്യുന്നു. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡയക്കോട്ടമി മീൻസ് ഇപ്പോൾ ഡിഫറൻസിയേഷൻ, ഇപ്പോൾ ഇത് ഇന്നത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം പോളിസികൾ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ അതൊരിക്കലും കറക്റ്റായിട്ട് നിർവചിക്കാൻ കഴിയില്ല. ഇനി അടുത്ത തേർഡ് വൺ, അമേരിക്കൻ പബ്ലിക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ഷുഡ് ഡീൽ റെസ്ട്രിക്റ്റീവ്ലി വിത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിറൈവ് ചെയ്ത് അമേരിക്കയിലാണ്. അപ്പോൾ അത് ഡിസിപ്ലിൻ എന്ന രീതിയിൽ മാത്രം അവർ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു ചിട്ടയായ അല്ലെങ്കിൽ ചിട്ടയോടുകൂടിയ പ്രവർത്തനം അതൊരിക്കലും കഴിയില്ല. അപ്പോൾ അതാണ് അടുത്ത പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്ത പ്രശ്നം. ഇനി ബ്യൂറോക്രസി ഷുഡ് ബി സ്റ്റഡീഡ് ഫങ്ഷണലി. ബ്യൂറോക്രസി നമുക്ക് ഫങ്ഷണലി അല്ലെങ്കിൽ കർത്തവ്യബോധത്തോടു കൂടിയും അതുപോലെ തന്നെ ഘടനാപരമായും നമുക്ക് സ്റ്റഡി കണ്ടക്ട് ചെയ്യാം. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഷുഡ് നോട്ട് ബി കമ്പൈൻഡ്. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അത് ഷുഡ് നോട്ട് ബി കമ്പൈൻഡ്. അതൊരിക്കലും നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് പോയിന്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ പ്രൊഫഷൻ should remain separated from profession and discipline of political science. അതായത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന പ്രൊഫഷനിൽ നിന്നും അല്ലെങ്കിൽ എന്ന ഡിസിപ്ലിനിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻറ്റ്, ദാറ്റ് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഡിസിപ്ലിൻ. നെക്സ്റ്റ് വൺ, നോർമാറ്റീവ് അഡ്മിനിസ്ട്രേഷൻ തിയറി. നോർമാറ്റീവ് മീൻസ് നോമിൻ്റെ ബേസിലുള്ളതാണ്. ആസ് വെൽ ആസ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ വിവരണാത്മകമായ. അനലിറ്റിക് മീൻസ് അപഗ്രഥപരമായ. തിയറി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ആണ്. സോ ഒന്ന്, നോർമാറ്റീവ് അഡ്മിനിസ്ട്രേഷൻ തിയറി ആസ് വെൽ ആസ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കൽ തിയറി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ. നോർമാറ്റീവ് ആണെങ്കിലും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തിയറി ആണെങ്കിലും വിവരണാത്മകമായ തിയറി ആണെങ്കിലും അപഗ്രഥനപരമായ തിയറി ആണെങ്കിലും നമ്മുടെ സ്റ്റേറ്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറികളെല്ലാം എന്താണ്? ഡിസോർഡറാണ്.
ഇനി ഹൈറാർക്കിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സ്കാലാർ പ്രോസസ്സ്, ഹൈറാർക്കിക്കൽ എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഹൈറാർക്കിക്കൽ മീൻസ് ടോപ്പ് ടു ബോട്ടം. ദാറ്റ് ഈസ് എ പിരമിഡിക്കൽ വ്യൂ ഓഫ് ഓർഗനൈസേഷണൽ അതോറിറ്റി ഈസ് നോ ലോങ്ങർ അപ്രോപ്രിയേറ്റ്. ഇപ്പോൾ പിരമിഡിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ ഹയറിൽ നിന്നും ലോവറിലേക്ക്, അല്ലെങ്കിൽ ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക്, അതെല്ലാം എന്താണ്, ദാറ്റ് ഈസ് നോ ലോങ്ങർ അപ്രോപ്രിയേറ്റ്, പര്യാപ്തമായ രീതിയിലല്ല. അതും നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ തൊട്ട് താഴത്തെ ഉദ്യോഗസ്ഥരെ മാത്രമേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ അല്ലേ. ഞാൻ ഏറ്റവും മുകളിലാണ്, എൻ്റെ സബോർഡിനേറ്റിനെ എനിക്ക് ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിക്ക് ഏറ്റവും താഴത്തെ വ്യക്തിയിലേക്ക് ഡയറക്ഷൻസ് കൊടുക്കുക ഇറ്റ് ഈസ് നോട്ട് ഈസി. സോ പോളിസി ആൻഡ് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ആർ റീപ്ലേസിങ് മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ പോളിസി ഒന്നായിരിക്കും അല്ലേ, ഇന്ന പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ അതിൽ പൊളിറ്റിക്കൽ കൺസിഡറേഷൻ വരുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ഏത് പോളിസിയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പലപ്പോഴും നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നു. ദാറ്റ് ഈസ് അനദർ ഡിഫിക്കൽറ്റി ഫേസ്ഡ് ബൈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ ഷുഡ് ബി ട്രെയിൻഡ് ഇൻ പ്രൊഫഷണൽ സ്കൂൾ അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും ഭാവിയിൽ എന്താവാം, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആവാം. അപ്പം അങ്ങനെ IAS ഓഫീസറായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം അതെന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിരിക്കണം അല്ലേ. ഇപ്പം നല്ല ട്രെയിനിങ് അല്ലെങ്കിൽ നല്ലൊരു പരിശീലനം കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പോരായ്മ, അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കൂളിൻ്റെ പോരായ്മ, ഇതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്ത അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഡീൽ വിത്ത് സോഷ്യൽ പ്രോബ്ലംസ്. അതായത് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഒരിക്കലും സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സോൾവ് ചെയ്യാൻ കഴിയില്ല. So public administration is a discipline, but it cannot employ all the methodology of the contemporary social science. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസിപ്ലിനാണ്. കാരണം അച്ചടക്കത്തോടു കൂടി അല്ലെങ്കിൽ ചിട്ടയോടു കൂടി മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ മറ്റ് കോണ്ടംപററി പൊളിറ്റിക്കൽ സയൻസിൻ്റെ മെത്തഡോളജി പോലെ അത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത നെക്സ്റ്റാണ് മിന്നോ ബ്രൂക്ക് കോൺഫറൻസ് ഇൻ ദ ഇയർ 1968. ഇത് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ജെനിസിസ് മീൻസ് ഉത്ഭവം. ദ ജെനിസിസ് ഓഫ് ദ മിന്നോ ബ്രൂക്ക് കോൺഫറൻസ് ലേ ഇൻ 2 ഫാക്ടേഴ്സ്. ഇപ്പം മിന്നോ ബ്രൂക്ക് കോൺഫറൻസ് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ദ 1960 വാസ് എ ടർബുലൻറ്റ് പീരീഡ്. ടർബുലൻറ്റ് മീൻസ് ദാറ്റ്സ് എ കൺഫ്യൂസിങ് പീരീഡ്. That's a numerous societal problems we face them. അപ്പോൾ നമ്മൾ ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു. ബട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഷോഡ് നോ സൈൻ ഓഫ് ബീങ് അവെയർ ഓഫ് ദം. പക്ഷേ അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, ഇപ്പോൾ 1960 അല്ലെങ്കിൽ 68 കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന കാലഘട്ടമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിച്ചതേയില്ല ആര്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് വാസ് നോട്ട് സീരിയസ് ടു സോൾവ് ദം. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചില്ല. ദിസ് വാസ് എ ഫസ്റ്റ് വൺ. അപ്പോൾ ഈ ടൈമിൽ ദിസ് വാസ് വെൽ ഹൈലൈറ്റഡ് ബൈ ഡൊയ്ബാർഡോ ആർട്ടിക്കിൾ ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ടൈം ഓഫ് റെവല്യൂഷൻ. അപ്പോൾ അടുത്തൊരു പബ്ലിക്കേഷനാണ്, അതും അണ്ടർലൈൻ ചെയ്തോളണം. ദാറ്റ് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ടൈം ഓഫ് റെവല്യൂഷൻ, എഡിറ്റഡ് ബൈ Waldo, that is Dödvaldo. Secondly, there was a need to hear young scholars and practitioners of the discipline of public administration. അപ്പോൾ എന്നിട്ട് ഞാൻ പറയാം, ഇപ്പോൾ 2 പ്രോബ്ലമാണ് നമ്മുടെ മിന്നോ ബ്രൂക്ക് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സൊസൈറ്റിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിലൊന്നും യാതൊരു ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരുന്നില്ല. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ സോൾവ് ചെയ്യാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചിരുന്നില്ല. ദാറ്റ് ഇസ് എ ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദെർ വാസ് എ നീഡ് ടു ഹിയർ ദ യങ് സ്കോളേഴ്സ്. അപ്പം നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് യങ് സ്കോളേഴ്സ് എന്താണ് പറയുന്നത് അത് കേൾക്കണം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീഷണേഴ്സ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ വാസ് ഫേസിങ് എ കൈൻഡ് ഓഫ് ജനറേഷൻ ഗ്യാപ്പ്. ഇപ്പോൾ ഇവർ തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, യങ് സ്കോളേഴ്സും പ്രാക്ടീഷണേഴ്സും തമ്മിൽ.
അപ്പോൾ പ്രാക്ടീഷണേഴ്സ് ഒരിക്കലും യങ് സ്കോളേഴ്സിൻ്റെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല അല്ലേ. ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും ഇപ്പം അച്ഛൻ, അമ്മ, മക്കൾ അല്ലേ. അപ്പോൾ അച്ഛൻ എന്താണോ പറയുന്നത് അത് അമ്മയും മക്കളും അനുസരിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നത് പലപ്പോഴും അച്ഛൻ കേൾക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ യങ് ഡിസിപ്ലിൻ എന്താണോ പറയുന്നത് അത് നമ്മൾ പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അപ്രൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ആകും അല്ലേ. ആ ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും ഫില്ല് ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അതും നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്ത അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ മിന്നോബ്രൂക്ക് കോൺഫറൻസ് ഡിറൈവ് ചെയ്തത്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ യങ്ങർ ഏജ് ഗ്രൂപ്പ് വാസ് ഇൻവൈറ്റഡ് ടു മിന്നോബ്രൂക്ക് കോൺഫറൻസ്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്തു എന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കുകയും അതിൻ്റെ ബേസിൽ മിന്നോബ്രൂക്ക് കോൺഫറൻസ് വിളിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത ആർക്കായിരിക്കും? യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ ഈ യങ്ങർ ഏജ് ഗ്രൂപ്പുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു മിന്നോബ്രൂക്ക് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. സോ ഈ മിന്നോബ്രൂക്ക് കോൺഫറൻസ് ആണ് നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്ഭവത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. So the younger age group was invited to the Minnobrook conference. It was in fact the youth conference on public administration, and it was this academic get-together which gave a rise to what has come to be known as new public administration. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്തിട്ടോളണം. 2 മാർക്കിന് ചോദിച്ചാൽ എഴുതുക. അതുപോലെ തന്നെ 4 മാർക്കിന് മിന്നോബ്രൂക്ക് കോൺഫറൻസ് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി the keynote of new public administration is an intense sensitivity to and concern for the societal problems of the day. അപ്പോൾ നമ്മൾ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കീനോട്ട് അല്ലെങ്കിൽ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അവിടെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്? സൊസൈറ്റിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ് നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചത്. അരീസ് പാരാമീറ്റേഴ്സ് ആർ. ഇനി നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്ത് 1 by 1 ആയിട്ട് എഴുതണം. റെലവൻസ്, പ്രസക്തി ഉണ്ടായിരിക്കണം. പോസിറ്റിവിസം, ഇതെന്ന് വെച്ചാൽ സയൻറ്റിഫിക് എൻക്വയറി, ശാസ്ത്രീയമായ അന്വേഷണം. ആൻഡ് മോറൽസ്, ധാർമ്മികത ഉണ്ടായിരിക്കണം. എത്തിക്സ് ഉണ്ടായിരിക്കണം, തെറ്റാണോ ശരിയാണോ അതുണ്ടായിരിക്കണം. വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്നൊവേഷൻ, പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തണം. കൺസേൺ ഫോർ ക്ലയൻസ്, കക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കണം. സൊസൈറ്റിക്കൽ ഓർ സോഷ്യൽ ഇക്വാളിറ്റി, സമൂഹത്തിൽ സമത്വം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കൺസേൺസ് അല്ലെങ്കിൽ ഈ പാരാമീറ്റേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിറൈവ് ചെയ്തത്. So the proponents of new public administration expresses their dissatisfaction with the state of the discipline of public administration. ഇപ്പോൾ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിസിപ്ലിൻ എന്ന നിലയിൽ പലപ്പോഴും പോരായ്മകൾ ഫേസ് ചെയ്യാറുണ്ട്. They want public administration to be alive to the problems and presented by the turbulent times. അപ്പോൾ ഏറ്റവും ടർബുലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിരിക്കണം നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദ മിന്നോബ്രൂക്ക് കോൺഫറൻസ് മേ rightly be credited with the honor of having produced the first coherent grammar of new public administration. So it was this conference which expressed very loudly and clearly the dissatisfaction of the state of the discipline. It was the first one which sought to give a new image to the new public administration. അപ്പോൾ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഒരു പുതിയ ഇമേജ് കൊടുത്തത് നമ്മുടെ മിന്നോബ്രൂക്ക് കോൺഫറൻസ് ആണ്. ഇനി അടുത്ത 4th one is toward a new public administration, that is Minnobrook perspective. മിന്നോബ്രൂക്ക് ഐഡിയാസ് ഫൗണ്ട് വൈഡ് സർക്കുലേഷൻ ത്രൂ ദിസ് ബുക്ക്. ഇപ്പം മിന്നോബ്രൂക്ക് കോൺഫറൻസിൻ്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത് നമ്മുടെ ഈ പബ്ലിക്കേഷനിലൂടെയാണ്. ദാറ്റ് ഈസ് ടോവാർഡ് എ ന്യൂ പബ്ലിക്കേഷൻ. അപ്പോൾ ഇറ്റ് വാസ് എഡിറ്റഡ് ബൈ മറിനി. അണ്ടർലൈൻ ചെയ്തോണം, 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇറ്റ് ഈസ് എ ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് ഓൺ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഈസ് ദസ് എ പൈനിയർ ഇൻ ദിസ് ഏരിയ. അപ്പോൾ നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അതായത് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്കായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? ടോവാർഡ് എ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. അത് എഡിറ്റ് ചെയ്തത് ഫ്രാങ്ക് മറിനിയാണ്. ഇനി 5ാമത്തെ പോയിൻ്റാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ടൈം ഓഫ് ടർബുലൻസ്.
അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രശ്നാധിഷ്ഠിതമാണ് അല്ലെങ്കിൽ കലഹാധിഷ്ഠിതമാണ്. അതിനെയാണ് നമ്മൾ ടർബുലൻസ് എന്ന് പറയുന്നത്. ഡോയ്ബാർഡോസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ടൈം ഓഫ് ടർബുലൻസ് carried forward the Minnowbrook idea at the 1969 annual conference of the American Political Science Association. A series of panel discussion were organized by him. അതായത് ഡോയ്ബാർഡോയുടെ നേതൃത്വത്തിൽ ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻ പാനൽ ഓർഗനൈസ് ചെയ്തു ഇൻ ദ ഇയർ 1969. അപ്പോൾ 1969 കാലഘട്ടത്തിൽ ആനുവൽ കോൺഫറൻസ് ഓഫ് ദി അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഒരു സീരീസ് ഓഫ് പാനൽ ഡിസ്കഷൻസ് ഓർഗനൈസ്ഡ് ബൈ ഡോയ്ബാർഡോയുടെ നേതൃത്വത്തിൽ ഒരു സീരീസ് ഓഫ് പാനൽ ഡിസ്കഷൻസ് ഓർഗനൈസ് ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഈ കോൺഫറൻസിൽ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്? അപ്പോൾ ഹിസ് അറ്റംപ്റ്റ് വാസ് ടു ക്യാച്ച് ദ യങ്ങർ ഏജ് ഗ്രൂപ്പ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അദ്ദേഹം ഈ കോൺഫറൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാച്ച് ദ യങ്ങർ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് അറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വാഗ്വാദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഡോയ്ബാർഡോ വർക്ക് ഇൻക്ലൂഡ് ദ പേപ്പേഴ്സ് പ്രസൻറ്റഡ് അറ്റ് ദ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ has certainly broken fresh ground and serious hit at the root of the traditional concept. അപ്പം ട്രഡീഷണൽ എന്ന് വെച്ചാൽ പരമ്പരാഗതമായ കോൺസെപ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ യങ്ങർ ഏജ് ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പുതിയൊരു വഴിത്തിരിവിലേക്ക് നയിച്ചത് ഡോയ്ബാർഡോ ആണ്. ആൻഡ് ഇൻ ദിസ് പ്രോസസ്, ഇപ്പോൾ ഈ പ്രോസസ്സിലൂടെ ഇറ്റ് ഹാസ് പ്രിപ്പയർഡ് ആൻ അജണ്ട ഫോർ ആക്ഷൻ. ഇപ്പം നമ്മൾ തന്നെ അജണ്ട പ്രിപ്പയർ ചെയ്തു, ഇങ്ങനെ ഞാൻ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം എന്ന് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ അല്ലേ. ആ എഴുതി വെക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ പ്രിപ്പയർഡ് ആൻ അജണ്ട ഫോർ ആക്ഷൻ. അപ്പോൾ അവർ അജണ്ട പ്രിപ്പയർ ചെയ്തു. ആ പ്രിപ്പയർ ചെയ്ത അജണ്ടയ്ക്ക് അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. So it was imparted a new substance and a large perspective to this discipline. അപ്പോൾ അങ്ങനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വഴിത്തിരിവിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഈ കാലഘട്ടത്തിന് കഴിഞ്ഞു. ആൻഡ് സോ ഇറ്റ് ഹാസ് imparted new substance and a large perspective to the discipline of public administration by linking it closely to the society. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ആ അഡ്മിനിസ്ട്രേഷനിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്താൽ മാത്രമേ നമ്മുടെ എയിമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നല്ല പോളിസികൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിലായിരിക്കണം അല്ലേ. അപ്പോൾ അജണ്ടയിൽ ഒരു കാര്യമാണ്, അപ്പോൾ ആ കാര്യം എങ്ങനെ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോസ്പിരിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത്. അതവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റാഡിക്കൽ ചേഞ്ചിനാണ് നമ്മുടെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ സൊസൈറ്റിയോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ സൊസൈറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ലിമിറ്റേഷൻ ആൾസോ. അപ്പം നമുക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ സോൾവ് ചെയ്യാൻ കഴിയുന്നതിൽ അതീതമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സർട്ടൻ ലിമിറ്റേഷൻസ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫേസിങ് സം ലിമിറ്റേഷൻസ്. The radical content of new public administration can be successfully implemented only by legislative and political will. അപ്പം ഞാൻ അജണ്ടയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു ആക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിനനുസരിച്ച് മാത്രമേ അല്ലെങ്കിൽ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആക്ഷൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. അതാണ് നമ്മുടെ ലിമിറ്റേഷൻ.
So similarly, there is a lack of skill and technologies to implement what new public administration visualize. അപ്പോൾ എൻ്റെ വിഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇന്ന രീതിയിൽ നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ നല്ലൊരു പ്രോസ്പെരിറ്റിയിലേക്ക് മാറ്റാം. പക്ഷെ അങ്ങനെ മാറ്റണമെങ്കിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സ്കിൽ, അല്ലേ? ഇപ്പോൾ സ്കില്ലിൻ്റെ അഭാവം ഉണ്ടായിരിക്കാം, ലാക്ക് ഓഫ് ടെക്നോളജീസിൻ്റെ അഭാവം ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലിമിറ്റേഷൻസാണ്. ദാറ്റ്സ് ഓൾ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയി. താങ്ക് യു ഫോർ ആൾ.